എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ വഖഫിൽ പാർലമെന്റും കടന്ന് രാജ്യത്ത് ഒരു നിയമമാകാൻ ഇനി ഒരു ചുവട് കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഇന്നലെ ആരംഭിച്ച ഡിബേറ്റ് ഏകദേശം ഇന്ന് പുലർച്ചെ 3:30 വരെ നീണ്ടു നിന്നു. ഇനി പ്രസിഡന്റ് ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ഇത് രാജ്യത്തൊരു നിയമമായി വരും. ഇതോടുകൂടി മുനമ്പത്തെ ജനങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ അനുഭവിക്കുന്ന ദുരിതത്തിനും കഷ്ടപ്പാടിനും ശാശ്വത പരിഹാരമാകും. കേരളത്തിൽ 20 എംപിമാരുണ്ടായിരുന്നു. അപ്പോൾ ആ 20 എംപിമാരിൽ 19 പേര്, സുരേഷ് ഗോപി ഒഴിച്ച് 19 പേരും ഇതിനെതിരെ വോട്ട് ചെയ്തു. ഈ മുനമ്പത്തെ എം പിയാണ് ഹൈബി ഈഡൻ അടക്കം ഇതിനെതിരെ വോട്ട് ചെയ്തു. അപ്പോൾ നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ സ്വപ്നങ്ങൾക്ക് എന്നേക്കുമായി അടിച്ച് തകർത്തിരിക്കുകയാണ്. ഇനി ഇവരുടെ ഒരു പരിപാടി നടക്കില്ല. ഈ നിയമത്തിലെ 95-ലും 2013-ലും ഈ കോൺഗ്രസ് സർക്കാർ ഈ മുസ്ലിങ്ങൾക്ക് അനുകൂലമായി, വഖഫിന് അനുകൂലമായി ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്നും ഇവിടെ നടക്കില്ല. 1-2 സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. അതായത് വഖഫിന് വേണമെങ്കിൽ ആരുടെ പ്രോപ്പർട്ടിയിലും വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം. ഇപ്പോൾ വഴി പോകുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അത് നല്ല പ്രോപ്പർട്ടിയാണ്, കണ്ണായ സ്ഥലമാണ്. അപ്പോൾ വഖഫിന് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം. ഇത് വഖഫിന് ഏതാണെന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ ആ ഭൂമിയുടെ ഉടമസ്ഥൻ പോകേണ്ടത് കോടതി, ഉടമസ്ഥനാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ ഉടമസ്ഥൻ എന്താ ചെയ്യേണ്ടത്? ഉടമസ്ഥൻ കോടതിയിൽ പോകാൻ പറ്റില്ല. ഉടമസ്ഥൻ വഖഫ് ട്രിബ്യൂണലിൽ പോകണം. ആ ട്രിബ്യൂണലാണെങ്കിൽ ഒരു സിറ്റിംഗ് ജഡ്ജി അല്ലെങ്കിൽ റിട്ടയർഡ് ജഡ്ജി പിന്നെ ഒരു മുസ്ലിം പണ്ഡിതൻ, ഈ 3 ആളാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ വഖഫ് ട്രിബ്യൂണലിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് നീതി ലഭിക്കില്ല. വഖഫിന് അനുകൂലമായി മാത്രമേ അവർ വിധി പുറപ്പെടുവിക്കൂ. പിന്നെ ഒരു റിവിഷൻ പെറ്റീഷന് പോലും പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതായത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും. അപ്പോൾ ഈ ഒരു ഇത് ഉപയോഗിച്ചുകൊണ്ട് മാത്രം തന്നെ ഇന്ത്യയിലെ എല്ലാ പ്രോപ്പർട്ടീസും അവർക്ക് വഖഫിൻ്റേതാക്കാം. ഡൽഹിയിൽ ഏകദേശം 2013 മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഏകദേശം ഡൽഹിയിൽ തന്നെ ഏകദേശം 10-60 ഏക്കർ ഭൂമി വഖഫിന് പതിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സർക്കാർ സ്ഥാപനങ്ങളും ഇതൊക്കെയുള്ള ഭൂമിയാണ് അവർക്ക് പതിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നരേന്ദ്രമോദി സർക്കാർ, BJP സർക്കാർ ഈ അടുത്ത് പിടിച്ചെടുത്തിരുന്നു. ആർക്കിയോളജിക്കൽ സർവേൻ്റെ ഇതിലേക്ക് ഉൾപ്പെടുത്തി അതൊക്കെ പിടിച്ചെടുത്തിരുന്നു. അപ്പോൾ ഇനി ഇതൊന്നും നടക്കില്ല. വഴിയെ കണ്ടവൻ്റെ പ്രോപ്പർട്ടി വഖഫിൻ്റേതാണെന്ന് പറഞ്ഞാൽ അതൊക്കെ പിടിച്ചെടുക്കുന്ന പരിപാടി ഇനി നടക്കില്ല. ഈ നിയമം വരുന്നതോടുകൂടി ഇനി നടക്കില്ല. അപ്പോൾ തന്നെ ഉണ്ടല്ലോ മുൻപത്തെ ആൾക്കാരുടെയൊക്കെ പ്രശ്നങ്ങൾ തീർന്നു, അവിടെ വെച്ച് തീർന്നു. ഇനി അവർക്കൊന്നുകൊണ്ട് പേടിക്കേണ്ട. അവർക്ക് സ്വസ്ഥമായി അവരുടെ കുടിലുകളിൽ കിടന്നുറങ്ങാം. ഒന്നും ഇനി ആരും പേടിക്കേണ്ട. ഒരു വഖഫ് സുഡാപ്പികൾ ഇനി അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിന് ശാശ്വത പരിഹാരമായി തന്നെ പറയാം. അപ്പോൾ ഈ വൃത്തികെട്ട സാധനം കണ്ടവൻ്റെ പ്രോപ്പർട്ടിയിൽ അവകാശവാദം ഉന്നയിക്കാനുള്ള വഖഫിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അത് ഇതോടുകൂടി ഇല്ലാതായി. പിന്നീടുള്ളത് രണ്ടാമത്തേതെന്ന് വെച്ചാൽ വഖഫ് ബൈ യൂസ്. അതായത് ഒരു മുസ്ലിമിൻ്റെ അല്ലാത്ത പ്രോപ്പർട്ടി ഒരു മുസ്ലിം ഉപയോഗിക്കുകയാണെന്ന് വിചാരിച്ചോ, കുറച്ച് നാൾ ഉപയോഗിക്കുകയാണെന്ന് വിചാരിച്ചോ, അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം. ഇത് നമ്മുടെ ഇവിടെ ഇസ്ലാമികമായ കാര്യങ്ങൾ നടക്കുന്നു. ഇവിടെ നിസ്കരിക്കുന്നുണ്ട്, കുറേ കാലമായിട്ട് നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ ഇസ്ലാമികമായ കുറേ പഠനങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വേണമെങ്കിൽ ആ ഭൂമി ഏറ്റെടുക്കാം, വഖഫിൻ്റേതാണെന്ന് പറയാം. അപ്പോൾ അതും നടക്കില്ല ഇനി. പിന്നെ അതുമാത്രമല്ല, കോൺഗ്രസ് സർക്കാർ 2095 എഴുതി ചേർത്ത ഒരു ക്ലോസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാം അല്ലാത്ത ആൾക്കാർക്കും വഖഫ് ചെയ്യാം, അവരുടെ പ്രോപ്പർട്ടീസൊക്കെ വഖഫ് ചെയ്യാം. അതും എന്താ പറയേണ്ടത്, ഈ നിയമം വരുന്നതോടുകൂടി അതും ഇല്ലാതാവും. ഇനി ഒരാൾക്ക് വഖഫ് ചെയ്യണമെങ്കിൽ മിനിമം 5 വർഷമെങ്കിലും അവർ ഇസ്ലാം പ്രാക്ടീസ് ചെയ്യണം. ഇസ്ലാം മതം പ്രാക്ടീസ് ചെയ്താൽ 5 വർഷം, മിനിമം 5 വർഷമെങ്കിലും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അവർക്ക് വഖഫ് ചെയ്യാൻ പറ്റൂ. ഇതിൽ ഏറ്റവും വൃത്തിയായിട്ട് ഇതെന്ന് വെച്ചാൽ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. അതായത് ഒരു പള്ളിയുണ്ട്, അവിടെ ഒരു ഖബർസ്ഥാനുണ്ട്, ആ ഖബർസ്ഥാനോട് ചേർന്ന് ഏക്കർ കണക്കിന് ഭൂമി വേണമെങ്കിൽ അവർക്ക് ക്ലെയിം ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി നടക്കില്ല. ഇമാരി ഉടായ്പിനി ഇന്ത്യ രാജ്യത്ത് നടക്കില്ല. ഇന്ത്യ രാജ്യം ഇവർക്ക് ഇസ്ലാമിക രാജ്യം, ഇസ്ലാമിക് റിപ്പബ്ലിക് ആക്കാമെന്നുള്ള അവരുടെ സ്വപ്നം ഇതോടുകൂടി ഇല്ലാതായി, എന്നേക്കുമായി ഇല്ലാതായി എന്ന് തന്നെ പറയാം. അപ്പോൾ കോൺഗ്രസ് സർക്കാർ പെട്ടിരിക്കുകയാണ്. കോൺഗ്രസ് സർക്കാർ എന്താ പറയേണ്ടത്, അമിതമായി അവരുടെ വോട്ട് ബാങ്കാണ് മുസ്ലിംസ്. അപ്പോൾ അവരുടെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കേരളത്തിൽ ക്രിസ്ത്യൻസിനെ അടക്കം അവഗണിച്ച്, നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഒരു വോട്ട് ബാങ്കാണ് ക്രിസ്ത്യൻസ്. ആ ക്രിസ്ത്യൻസിനൊക്കെ അവഗണിച്ചുകൊണ്ട് അവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, ഈ ഇസ്ലാമിസ്റ്റുകൾക്ക് അനുകൂലമായിട്ടാണ് ഇവർ എന്താ പറയുക ഇതിനെതിരെ, ഈ ബില്ലിനെതിരെ പോയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചൊക്കെ, ഇവിടുത്തെ ക്രിസ്ത്യൻസ് വരുന്ന ഇലക്ഷനിൽ ഒരാൾ പോലും ഈ കോൺഗ്രസിന് വോട്ട് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ അവർ കാണുന്നത് 2ാം കിടക്കാരായാണ്. അവർക്ക് മുസ്ലിം വോട്ട് മാത്രം മതി, അവർക്ക് മുസ്ലിംസിനെ മാത്രം പ്രീതിപ്പെടുത്തിയാൽ മതി. നിങ്ങളവർ 2ാം കിടക്കാരായി കാണുന്നത്. അപ്പോൾ ഇനി ഒരു തരത്തിലും ഇവന്മാർക്ക് വോട്ട് ചെയ്യരുത്. അപ്പോൾ കേരളത്തിൽ ക്രിസ്ത്യൻസിനെ അവർ പാടെ അവഗണിച്ചു. അവർ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് കോൺഗ്രസ് അടിമപ്പെട്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഓൾ ഇന്ത്യ തലത്തിൽ, കേരളത്തിലെ കാര്യം പിന്നെ വിട്ടേക്കുക, പിന്നെ പണ്ടേ കോൺഗ്രസ് ഒരു മുസ്ലിം പാർട്ടിയാണ്. ഓൾ ഇന്ത്യ ലെവലിൽ പോലും അവർക്ക് ഒന്നും ചെയ്യുക, ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ടോ ഹിന്ദുസിന് വേണ്ടിയിട്ടോ ശബ്ദിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസ് പക്ക മുസ്ലിം ഒരു അടിമയായിട്ട് മാറിയിരിക്കുകയാണ്. അവർക്ക് വേണ്ടി മാത്രമേ കാര്യങ്ങൾ ചെയ്യുന്നില്ല അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഹൈബി കേസ് തന്നെ കണ്ടില്ലേ? ഹൈബി പറയാണ്, ഈ ബില്ലിനെതിരെ വോട്ട് ചെയ്തിട്ട് അവിടുത്തെ ജനങ്ങളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്ന തരത്തിലാണ് ഹൈബി പ്രസ്താവനയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഹൈബി പറഞ്ഞതെന്ന് വെച്ചാൽ നരേന്ദ്രമോദിയും RSS ഒക്കെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രോപ്പർട്ടീസൊക്കെ വീടും പറമ്പും ഇതൊക്കെ
പ്രോപ്പർട്ടീസൊക്കെ പിടിച്ചെടുക്കുകയാണ്. ഈ നിയമം വരുന്നതോടുകൂടി മുസ്ലിംസിൻ്റെയൊക്കെ പ്രോപ്പർട്ടി നരേന്ദ്രമോദി സർക്കാരും RSSും കൊണ്ടുപോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പുതിയൊരു ബില്ലുമായിട്ട് വരും. ആ ബില്ല് ടാർഗറ്റ് ചെയ്യുക ക്രിസ്ത്യൻസിനായിരിക്കും. അപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ സ്ഥാപനങ്ങൾ, പള്ളിയുടെ പ്രോപ്പർട്ടി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്താ പറയണ്ടത്, നരേന്ദ്രമോദി സർക്കാരും RSSും കൊണ്ടുപോകുമെന്നാണ് ഹൈബി ഈഡൻ പ്രസ്താവന നടത്തിയത്. അത് എന്താണെന്ന് വെച്ചാൽ ഹൈബി ഈഡന് മനസ്സിലായി സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോവുകയാണ്. കേരളത്തിലെ ക്രിസ്ത്യൻസ് മാറി ചിന്തിക്കാൻ തുടങ്ങി. ഇതൊരു BJPക്ക് ഒരു അനുകൂല തരംഗം കേരളത്തിലുണ്ടാക്കും. കേരളത്തിൽ നിന്നല്ല, ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ, കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഈ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ BJPക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാകും ഈ ബില്ല് വരുന്നതോടുകൂടി. അതായത് ഈ ബില്ല് ഏറ്റവും കൂടുതൽ ഈ ബില്ലിൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സമൂഹം തന്നെയാണ്. മുൻപത്തെ എത്രയോ മത്സ്യത്തൊഴിലാളികൾ അവിടെ എന്താ പറയുക, അവരുടെ കിടപ്പാടത്തിന് ഒരു പ്രശ്നമില്ലാതെ ഇനി സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാം. ഇനി മുൻപത്തെ ജനങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, അവസരം കിട്ടുമ്പോൾ ഇനി ഇവനെ ഒരു കാര്യത്തിലും ഇവനെ ജയിപ്പിച്ചു വിടരുത്, ഒരു തരത്തിലും ഇവനെ ജയിപ്പിച്ചു വിടരുത്. നിങ്ങൾ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചായിരുന്നോ? അതായത് ഈ ഹൈബി ഈഡൻ പൃഥ്വിരാജും സുപ്രിയയൊക്കെ കണ്ടിട്ട് ഈ എമ്പുരാൻ വിവാദത്തിൽ അവർക്ക് അനുകൂലമായി എന്താ പറയുക, അവർക്ക് അനുകൂലമാണ്, ഞാൻ അവർക്ക് സപ്പോർട്ടാണെന്ന് കൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടിരുന്നു. അതിനടിയിൽ വന്ന തെറി കമൻറ്റുകൾ നിങ്ങളൊന്ന് പോയി നോക്കണം. ഹൈബീഡിൻ്റെ പൂര തെറിയായിരുന്നു. അപ്പോൾ അതിനുശേഷം അവിടുത്തെ കുട്ടികളൊക്കെ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചു സോഷ്യൽ മീഡിയയിൽ. അതായത് ഞങ്ങളുടെ MP ആയ ഹൈബി ഈഡൻ ഈ വഖഫ് വിഷയത്തിൽ, വഖഫ് ബില്ലിൽ അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുട്ടികളൊക്കെ, അതായത് അവിടുത്തെ മുൻപത്തെ കുട്ടികളൊക്കെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതൊക്കെ ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ ഇതിന്നൊക്കെ ജാള്യത മറക്കാൻ വേണ്ടിയിട്ടാണ് എന്താ പറയുക, അടുത്ത ചർച്ച് ബില്ല് വരും, ആ ബില്ല് RSS ഇന്ത്യയിലെ ക്രിസ്ത്യൻസിൻ്റെ ഭൂമിയൊക്കെ പിടിച്ചെടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രചരണം തുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിലടക്കം, കേരളത്തിലെ സുഡാപ്പി പ്രൊഫൈൽസ് എന്നൊക്കെ, അതായത് ഈ സുഡാപ്പികളൊക്കെ ചേർന്നിട്ട് വീണ്ടും പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. വഖഫിൽ ശേഷം ഇനി ചർച്ച് ബില്ല് വരും, അത് ക്രിസ്ത്യൻസിൻ്റെ എല്ലാ വോട്ടും കൊണ്ടുപോകും എന്നൊക്കെ തരത്തിലുള്ള, ക്രിസ്ത്യൻസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും കൊണ്ടുപോകും എന്ന തരത്തിലുള്ള കുപ്രചനങ്ങളും കുത്തിത്തിരിപ്പുമായിട്ട് കേരളത്തിലെ സുഡാപ്പികൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അവർക്ക് മനസ്സിലായി ഇവിടെ വ്യക്തമായി കേരളത്തിൽ ഒരു ഹിന്ദു ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ 2026 നടക്കുന്ന അസംബ്ലി ഇലക്ഷൻ ഉണ്ടാകും. അത് കോൺഗ്രസിൻ്റെ ചീട്ട് കീറുമെന്ന് അവർക്ക് മനസ്സിലായി. ഇത് കോൺഗ്രസ് ധരിച്ചു വെച്ചിരിക്കുന്ന എന്താണെന്നറിയോ? അതായത് പിണറായി വിജയൻ തുടർച്ചയായി 10 വർഷമായല്ലോ ഇവിടെ ഭരിക്കുന്നത്. അപ്പോൾ ഇവിടെ വലിയ തരത്തിലുള്ള ഭരണവിരുദ്ധ തരംഗം ഉണ്ട്. എന്ത് തന്നെയാലും ജനങ്ങൾ ഒരു അവസരത്തിന് കാത്തിരിക്കുകയാണ്, പിണറായി വലിച്ച് താഴിടാൻ കാത്തിരിക്കുകയാണ് എന്നാണ് കോൺഗ്രസ്സൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കില്ല. ഇവിടെ ഒരു ഹിന്ദു ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ BJPക്ക് ഏകദേശം 10-15 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയം തകിടം മറിയും. കോൺഗ്രസ് വീണ്ടും പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരും. ഹരിയാനയിലേക്ക് സംഭവിച്ചില്ലേ? അവർ ഓവർ കോൺഫിഡൻസ് ആണ് എന്താ പറയുക, അവർക്ക് ഭരണം കിട്ടാൻ. അതേമാതിരി ഇവിടെ സംഭവിക്കാൻ പോവുകയാണ്. ഈ വഖഫ് വിഷയത്തോടു കൂടി കേരളത്തിലെ ക്രിസ്ത്യൻ ഹിന്ദുവിൻ്റെ ഇടയിൽ ഒരു കൺസൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഹൈബീഡനൊക്കെ ഇനി ഇവിടെ മത്സരിച്ചാൽ അവർ അതിന് അവസരം കാത്തിരിക്കും. അവർ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഹൈബീഡിന് മുന്നിൽ പോസ്റ്റർ ഒട്ടിച്ചിരുന്നു. അതായത് ഞങ്ങൾക്ക് അവസരം വരും, ആ അവസരം ഞങ്ങൾ ഉപയോഗിക്കും. അതിനർത്ഥം എന്ന് വെച്ചാൽ ഇലക്ഷൻ വരുമ്പം തിരിച്ച് പണിയാൻ ഞങ്ങൾക്ക് അറിയാം എന്ന് തന്നെയാണ് മുൻപത്തെ ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് കേരളത്തിലെ മൊത്തത്തിലൊരു ട്രെൻഡ്. ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ശരിക്കും ഇതിനെതിരെ നല്ലൊരു വികാരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൺസൾട്ടേഷൻ ശരിക്കും കോൺഗ്രസ്, കേരളത്തിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളും കോൺഗ്രസുകളും ഭയക്കുന്നു. ഈ കോൺഗ്രസ് എന്ന് വെച്ചാൽ കോൺഗ്രസിന് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഒരു പപ്പറ്റാണ് ഈ കോൺഗ്രസ്. അപ്പോൾ ഭയം എന്ന് വെച്ചാൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് തന്നെയാണ്. ഹിന്ദുക്കളും ക്രിസ്ത്യൻസും ഒന്നിച്ചു കഴിഞ്ഞാൽ അവർ ഭയപ്പെടുന്നത് ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളാണ്. അവരുണ്ടാക്കി വെച്ച എക്കോസിസ്റ്റം, ആ ഫ്രെയിം വർക്ക്, ഒരു മതേതരത്വം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുണ്ടാക്കി വെച്ച ആ ഫ്രെയിം വർക്ക് ഉണ്ടല്ലോ, അതൊക്കെ തകർന്ന് തരിപ്പണവുമാണ്, അതൊക്കെ ഫേക്ക് ആണെന്ന് ശരിക്കും അറിയാമാണ്. ഓൾറെഡി കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. ഇവരുടെ ഈ വഖഫിലിൻ്റെ ഇതിലൊക്കെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതേതര, ലോകത്തിലെ ഏറ്റവും വലിയ മതേതര പാർട്ടിയുടെ മുഖം ശരിക്കും വികൃതമാക്കപ്പെട്ടു. ശരിക്കും അറിഞ്ഞു അവരുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി. അതായത് ഇവർ സഹോദര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പ്രസംഗിക്കും. ഭയങ്കര ജനാധിപത്യ പാർട്ടിയാണ്, മതേതര പാർട്ടിയാണെന്നൊക്കെ. മുൻപത്തെ വിഷയം വന്നപ്പോൾ അവർക്ക് മതം എന്ന് പറഞ്ഞ് എന്താ പറയുക, മതമാണ് പ്രശ്നം എന്നൊക്കെ പ്രസംഗിച്ചില്ലേ ലീഗിൻ്റെ KM ഷാജിയൊക്കെ. അത്രയേ ഉള്ളൂ ഉമ്മാരുടെ. ഇതെല്ലാം പക്കാ സുഡാപ്പികളാണ്. എന്താ പറയുക, പേരിന് എന്നിട്ട് ഇവിടെ ഭയങ്കര മതേതര പാർട്ടി എന്ന് പ്രസംഗിക്കുകയും ചെയ്യും. അപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് ഈ വിഷയത്തിൽ ഹൈബീഡനും കോൺഗ്രസിനെ പോലത്തെ ആൾക്കാരും ഭയപ്പെടുന്ന ഇത് തന്നെയാണ്. ഇതോടുകൂടി കേരളത്തിൽ ഒരു ഹിന്ദു ക്രിസ്ത്യൻ കൺസൾട്ടേഷൻ ഉണ്ടാകും. അപ്പോൾ ഇവരുടെ ഒരു പരിപാടിയും നടക്കില്ല. എന്ത് തന്നെയാലും ഈ ബില്ല് പാസ്സാവുന്നതോടുകൂടി രാജ്യം ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് ആകുന്നതിൽ തടഞ്ഞിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ. അപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന് വമ്പൻ കയ്യടി. എന്ത് തന്നെയായാലും രാജ്യത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ച നരേന്ദ്രമോദിക്കും BJP സർക്കാരിനും ഒരു വലിയ കയ്യടി. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.